ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനമുണ്ടായി. മിന്നൽ പ്രളയത്തിൽ ഒഴുക്കിൽപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. 9 തൊഴിലാളികളാണ് ഒഴുക്കിൽപ്പെട്ടത്. അർജുൻ പിതാമനൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ഇതിപ്പോൾ ഉത്തരാഖണ്ഡിലെ സ്ഥിതിയാണ്. ഈ തെരച്ചിൽ ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര പേരെ കാണാതായി എന്നാണ് വിവരം? മറ്റെവിടെയെങ്കിലും സമാന അപകടങ്ങളുണ്ടോ? 23 പേരായിരുന്നു അപകടത്തിൽ പെട്ടത്. അതിൽ ഈ 9 പേർ ഒഴികെ ബാക്കി എല്ലാവരെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവരാരും ഈ 23 പേരിലുണ്ടായിരുന്ന 9 പേരാണ് നേരിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നത്. ബാക്കി എല്ലാവരും അപകടത്തിൽപ്പെട്ട് സമീപത്ത് തന്നെ ഈ ഒഴുക്കിൻ്റെ ഭാഗങ്ങളിലായി തന്നെ പെട്ടുകിടക്കുകയായിരുന്നു. ഇവരെല്ലാം NDRFും അതുപോലെ SDRFും എത്തി അവരെ പെട്ടെന്ന് തന്നെ റോപ്പും കയറും മറ്റു ഉപകരണങ്ങളും കൊണ്ട് കരക്കെത്തിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ NDRFും അതുപോലെ ഉത്തരാഖണ്ഡ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ബാക്കി 9 പേരെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇവർ ഈ മിന്നൽ പ്രളയത്തിൽപ്പെട്ട് ഒഴുകിപ്പോയിരുന്നു. ആ 9 പേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ NDRFും അതുപോലെ SDRFും നിലവിലുള്ളത്. ഈ സിലാ ബാൻഡ് എന്ന് പറയുന്ന ഉത്തരകാശിയിലെ തന്നെ ബാർക്കോട്ട് യമുനോത്രി ദേശീയപാതയ്ക്ക് സമീപത്തൊരു ഹോട്ടൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹോട്ടൽ നിർമ്മാണ തൊഴിലാളികളാണ് ഇപ്പോൾ ഈ ഒഴുക്കിൽപ്പെട്ടുപോയ 9 പേരും. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഉത്തരകാശിയിൽ ആകെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരക്കെ മഴയുണ്ട്. അതൊക്കെ തന്നെ ഈ രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നതും. ആ കാലാവസ്ഥയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. താഴ്ന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ ബാർക്കോട്ട് യമുനോത്രി പാത എന്ന് പറയുന്നത് ഒരുപാട് തീർത്ഥാടകർ വരുന്ന ചാർധാം യാത്രയെല്ലാം തന്നെ നടക്കുന്ന ഒരു പാതയാണ്. ആ റോഡിൻ്റെ 10 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടിപ്പോൾ തടസ്സം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാർധാം യാത്രയ്ക്ക് വരുന്ന തീർത്ഥാടകരെ ഇപ്പോൾ ഋഷികേശിൽ തടഞ്ഞു നിർത്തി അവിടെ തന്നെ തങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും, അതായത് 24 മണിക്കൂർ വിവരങ്ങൾ നൽകിയത്. NDRF സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്.